മുനമ്പത്ത് എന്താ ഉള്ളത്? സറായി. അവിടെ വഖഫ് ബോർഡിൻ്റെ ആ കാലത്ത് 1948 ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത്. 1948 സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേന്ന് അതിന് ഫറൂഖിലെ പുളിയാളി കുടുംബക്കാരാണ് ഒരു 28 ഏക്കർ സ്ഥലം വഖഫാക്കുന്നത്. അവിടെ ആ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫാണ്. അത് കൊടുത്ത്, കാരണം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നേതാക്കൾ, ബാഫക്കി തങ്ങളടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത്. ഏത് ഫറൂഖ് കോളേജ് ഉണ്ടാവുന്നത്. ആ ഫറൂഖ് കോളേജിന് പിന്നീട് ഒരുപാട് ആൾക്കാർ സ്ഥലം വഖഫ് കൊടുത്തു. വഖഫ് കൊടുത്ത് ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാട്ടിലും അവിടെയൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം ഇപ്പം പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത്, ചെറായി വഖഫ് 1950 അതായത് സ്ഥാപനമുണ്ടാക്കി 2ാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത്. എവിടെ? മുനമ്പത്തെ വഖഫ്. സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത്. സിദ്ദീഖ് സേട്ട്. സാന്ദർഭികമായി പറയാണ്, അവിടെ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും, എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും അതുപോലെ സമസ്തയ്ക്കും അതിനൊരു കാഴ്ചപ്പാടുണ്ട്. അത് വഖഫ് ഭൂമിയാണ്. 404 ഏക്കർ 404.76 ഇതാണ് വഖഫ് ഭൂമി. സേട്ട് വഖഫാക്കിയതാണ്. അതിൽ നിന്ന് വരുമാനമെടുത്തുകൊണ്ട് നടത്താനാണ് വഖഫാക്കിയിട്ടുള്ളത്. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സ്വത്താണ്. അത് സ്ഥിരമായി കൊണ്ട് അതിൻ്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് വഖഫാക്കേണ്ടത്. തടി നിലനിൽക്കെ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് വഖഫാക്കേണ്ടത്. ഇപ്പം മൈത്തിരി വഖഫാക്കാൻ പറ്റൂല, അത് വെളിച്ചെണ്ണ വഖഫാക്കാൻ പറ്റൂല, അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം. ഭൂമി, കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം. തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ വഖഫാക്കാം. അതാണ് വഖഫിൻ്റെ നില. അങ്ങനെ വന്നാൽ പിന്നെ അതിനെ ലാ യുബാഉ വലാ യൂറസു എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. വിൽക്കാൻ പാടില്ല, അനന്തരം എടുക്കാൻ പാടില്ല, കൈമാറ്റം ചെയ്യാൻ പാടില്ല. അത് ഖിയാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം. ആ വഖഫ് ചെയ്ത ആൾ എന്താണോ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ. ആ ഉദ്ദേശത്തിന് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം. അത് ശറഈൻ്റെ നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വഖഫാക്കിക്കൊണ്ട് വെച്ച നിയമമാണ്. ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസമില്ല. ശറഈല എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ്. ഈ വഖഫ് ഞാൻ ചുരുക്കി പറയാണ്, വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നും കേൾക്കുന്നുണ്ടായിരിക്കും. ഈ വഖഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബികളെ കയ്യിലാണ് ഫറൂഖ് കോളേജ്. അതാണ് ഇപ്പോൾ പറയാൻ കാരണം. അവരാണ് ഇത് വിറ്റത്. കുറേ കയ്യേറിപ്പോയ ആൾക്കാർ, അതിൻ്റെ അടുത്തൊക്കെയുള്ള കുറേ സ്ഥലങ്ങൾ ഒക്കെ കയ്യേറിയ കൂട്ടത്തിൽ കുറേ കയ്യേറി. ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല. ഇവരൊക്കെ വലിയ ശുചായികളല്ലേ കമ്മിറ്റിക്കാർ. അവരെന്നിട്ട് എന്താക്കിയെന്ന് ചോദിച്ചാൽ ഒരു വക്കീലിന് വിൽക്കാനുള്ള അധികാരം കൊടുത്തു. അദ്ദേഹം എന്താക്കി, അതൊക്കെ കിട്ടിയവർ കുറേ വിറ്റു, കുറേ അയാളും എന്താക്കി എടുത്തു. അങ്ങനെ എന്താക്കി അത് നശിച്ചു പോയി. വഖഫിൻ്റെ സ്വത്തെ വഹാബികൾ വിറ്റുവെന്ന്. ഇവർക്ക് എന്ത് ഹലാൽ ഹറാമാണുള്ളത്? അതാപ്പാടെ നടക്കുന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അവിടെ കുറേ പാവപ്പെട്ട ആൾക്കാർ, കുടിയേറ്റക്കാരുണ്ടായി. അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട്. അതിനേക്കാൾ അപ്പുറം അവിടെ റിസോർട്ടുകാരുണ്ട്. ഒരുപാട് റിസോർട്ടുകാർ, 60ഓളം റിസോർട്ടുകൾ അവിടെ ഉണ്ട്. വലിയ കുംഭകോണക്കാർ. അവരാണ് ഇപ്പോൾ അവിടെ സമരത്തിന് വേണ്ടി ഇവരെ ഇറക്കിയിരിക്കുന്നത്. ഇവർ നിരപരാധികൾ, പാവങ്ങളാണ്. ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ, നിരപരാധികളാണ്. കുറേ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സ്വത്താണെന്ന് എനിക്ക് വാങ്ങിയതാണ്. ചിലരൊക്കെ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ എന്നുള്ളവർക്ക് കയറി കൂടിയതാ. ഈ ഒരു വസ്തു വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിന് ആധാരമുണ്ട്. അതിൻ്റെ ആധാരത്തിൽ ആദ്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് വഖഫാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പരലോക ഗുണത്തിന് വേണ്ടി വഖഫാക്കിയെന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട്. വഖഫ് ആധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം. ഞാനത് പരിശോധിച്ചതാ. വഖഫ് എന്ന് 2 വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ. അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത്. എങ്ങനെ വിൽക്കുക? വഹാബികൾക്ക് വിൽക്കുക. ദീൻ പൊളിക്കുന്ന വഹാബികൾക്ക് അത് വിൽക്കുക. അവർ വിറ്റതാ. മറുപടി പറയണം വഹാബികൾ. എന്നിട്ട് ഇവിടെ നിന്ന് കുതിര കളിപ്പിക്കുക. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറേ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ. 10-600 വീടുണ്ടാവും, കുറേ വോട്ടുണ്ടാവും. അപ്പോൾ ആ നിലക്ക് പോലെ എന്താ കണ്ണീരൊലിപ്പിക്കുക.
കണ്ണീരൊൽപ്പിച്ചിട്ട് വക്കു ബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂല എന്നാണ് അവർ പറയുന്നത്. നമ്മളും പറയുന്നത് തന്നെ അവർ പുറത്താക്കണം എന്നല്ല, ഓൾക്ക് പ്രശ്നം പരിഹരിക്കണം. അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല, അവർ പരിഹരിക്കണം. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിൻ്റെ ഹാബികളുണ്ടല്ലോ, ആ ഹാബികളോട് അതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം, കുടിയിരുത്തണം. അവരെ ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണം. ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ടേ? കാരണം അത് ഒക്കല്ലേ, വെക്കാൻ പറ്റില്ലല്ലോ. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അവിടെ കുടിയിരിക്കുന്ന കുടിയന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അവരോട് നമ്മൾ പറയുകയാണേ, നമ്മൾ ഉപത്തിന് നമ്മളും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, നമ്മളും നിങ്ങളുടെ ഭാഗത്ത് തന്നെ, രാഷ്ട്രീയക്കാർ മാത്രമല്ല. ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ്, ആ പാവങ്ങളെ രക്ഷിക്കണം, ആ പാവങ്ങളെ രക്ഷിക്കണം. അവർ നിരപരാധികളാണ്. ആർക്കാ പൈസ കൊടുത്തു വെച്ചാൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് അത് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. ഇതല്ല അതിൻ്റെ ന്യായം. ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും, ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മതത്തിൻ്റെ രാഷ്ട്രീയക്കാർ വരെ കൂടിയിട്ട് അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല, ശബ്ദം പറഞ്ഞിട്ടില്ല. അതും വളരെ ഖേദകരമാണ്. പരിഹാരം അതാണ്. അത് പറയാൻ ഇവിടെയും തൊട്ടൂടാ അവിടെയും തൊട്ടൂടാ എന്നുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി, പരിഹാരം വാങ്ങി, നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം. അതൊരു സത്യമാണല്ലോ, നീതിയല്ലേ, അത് മനസ്സിലാക്കണം. അതുപോലെ ഇവരൊക്കെ കള്ളത്തരം എന്തൊക്കെയാണ്. ഇപ്പോൾ സക്കാത്ത് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ആൾക്കാരെ കയ്യിലുള്ള സക്കാത്ത് കൊടുക്കേണ്ടത് 8 ആൾക്കാർക്ക് ആ ഖുർആൻ പറഞ്ഞത്. ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകിൻ, എല്ലാവർക്കും അറിയാം. 8 കൂട്ടർക്കാണ് സക്കാത്തിൻ്റെ അവകാശമുള്ളത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ്. ബിൽഡിങ്ങും പോത്തും മൂരിയൊന്നുമല്ല. ആരാണ്? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് 8 ആൾക്കാർ എന്ന് പറയുന്നത്. ആ 8 വിഭാഗത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ അവരെന്താക്കുന്നുണ്ട്, സക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് കോളേജ് ഉണ്ടാക്കുക, അതുപോലെ ആശുപത്രി ഉണ്ടാക്കുക, ഇതൊക്കെ സക്കാത്തിൻ്റെ അവകാശികളുടെ കൂട്ടത്തിൽ കടന്നു വന്നതാക്കും. അങ്ങനെ എവിടെ ആശുപത്രി, എവിടെ കോളേജ്, എവിടെയാണ് വാടക വീട്, ഇതൊക്കെ എവിടെയാണ്? ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടോ? ഇല്ല, ഇല്ലാത്ത നിയമമാണ്. അപ്പോൾ ഈ പാവപ്പെട്ടവർ സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് വീടുമോ? സക്കാത്ത് കൊടുക്കണ്ടേ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ നിസ്കാരത്തിൻ്റെ കൂടെ എണ്ണിപ്പറഞ്ഞ, ആവർത്തിച്ച് പറഞ്ഞ ഇബാദത്താണ്. അത് കൊടുക്കണം മനുഷ്യൻ മൂമിനാണെങ്കിൽ. ആ സക്കാത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് കമ്മിറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി. കമ്മിറ്റി മുഖേന വിതരണം ചെയ്താലല്ലേ കീശയിലിടാൻ പറ്റുള്ളൂ, പിരിച്ചാലല്ലേ കീശയിലിടാൻ പറ്റുള്ളൂ. അതാണ് പരിപാടി. ഇങ്ങനെ സാമ്പത്തിക മേഖലയിലും ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അവർ വേണ്ടാത്തതൊക്കെ ഇവിടെ ഉണ്ടാക്കി. അതിൻ്റെ പുറമെ സാമ്പത്തിക തട്ടിപ്പുകളിലും അവർ വീരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതിനോടൊക്കെ സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിനൊക്കെ ചാരി നിന്ന് വർത്താനം പറയുകയോ ചെയ്യുന്നവരും അങ്ങനെ തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ചില മൂല്യാരൊക്കെ, ചില പുതിയ സിലബസുകാരൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. ഇത് ഇസ്ലാമല്ല, ആൾക്കാരെ പേപ്പിക്കുന്ന പരിപാടിയാണ്. ഇതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിനെ മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മളെന്താക്കാണ്, നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്.